ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. അതായത് പല ആൾക്കാരും ഒരുപാട് സംശയങ്ങളുമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. സാലറി ഇല്ലാത്തതൊക്കെ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, അല്ലെങ്കിൽ NBFC ഉണ്ടോ, സിബിൽ എന്താ പറയുന്നത് ഡൗൺ ആണ്, അതിന് NBFC ഉണ്ടോ, അങ്ങനെ ഒരു 100 കൂട്ടം ഡൗട്ട്സുകളുമായിട്ട് ആൾക്കാരെന്നെ വിളിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു 2 ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും നമ്മുടെ ചാനലിലുള്ള ഒരുപാട് പേർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം സാലറി ഇല്ലാതെ 1 ലക്ഷം രൂപ വരെ കിട്ടിയവർ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ദയവ് ചെയ്ത് അങ്ങനെ കിട്ടിയവർ നമ്മുടെ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് ഒരു വാർണിംഗ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ മുൻകൂട്ടി, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, മുൻകൂട്ടി അതായത് അങ്ങോട്ട് ഫീസ് കൊടുത്ത് ലോൺ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനിലോ ഒരു NBFC, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ ചെല്ലരുത്. നിങ്ങൾക്ക് ക്യാഷ് കിട്ടില്ല, നിങ്ങൾ കൊടുത്ത ക്യാഷ് പോവുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ ക്യാഷ് പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തു. അവർ പറഞ്ഞു 5000 രൂപ അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടും, അത് കഴിഞ്ഞിട്ട് GST വേണം, അതിന് അങ്ങനെ കുറേ സംഭവങ്ങൾ അവർ പറയും. അപ്പോൾ ഈ വിളിക്കുന്നവർ നല്ല ID കാർഡും അവരുടെ ഒരു കമ്പനിയുടെ പേരും നല്ല എക്സിക്യൂട്ടീവ് വേഷത്തിലാണ് അവർ എന്താ പറയുന്നത് നിൽക്കുന്ന, അവരുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കും. അതെല്ലാം ഫേക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള വ്യാജ വാഗ്ദാനങ്ങൾ ഈ ചാനലിലുള്ളവരെങ്കിലും വീഴാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും. കാരണം ഒരുപാട് തട്ടിപ്പാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹോൾ വേൾഡ് നമുക്ക് എടുക്കാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക. അവർ പറയുന്നത്, അതായത് ചെറിയ സംഖ്യകളിൽ നിന്ന് നമ്മുടെ ലാഭം തരും, ചെറിയ ലാഭങ്ങൾ. ഈ ലാഭങ്ങൾ കണ്ട് നമ്മൾ വീണ്ടും നമുക്ക് വലുത് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും അതിൽ നിന്ന് നിക്ഷേപിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പൈസകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒരാൾ പോലും അങ്ങനെ ഫ്രീ ആയിട്ട് ക്യാഷ് തരില്ല, അങ്ങനെ ഒരു നിക്ഷേപവുമില്ല. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ NBFCകളിലോ ബാങ്കിലോ FDയോ മറ്റു കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. അല്ലാതെ അവരുടെ കപട വാഗ്ദാനങ്ങളിൽ ആരും വീഴരുത്. ഞാൻ ഈ കപട വാഗ്ദാനങ്ങളെന്ന് പറയുന്നത്, നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഈ ആൾ വളരെ എക്സിക്യൂട്ടീവ് ആയിരിക്കും, മാന്യനായിരിക്കും, അതായത് ഒരു എന്താ പറയുക അബ്സല്യൂട്ട്ലി ഒരു ജെന്റിൽമാൻ ലുക്കായിരിക്കും. ചിലപ്പോൾ കൂടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ലേഡീസോ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജെനുവിനായിട്ട് തോന്നിക്കുവാൻ വേണ്ടി അങ്ങനെ കുറച്ച് ആൾക്കാർ കാണും. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു കുഴികളിലൊന്നും നിങ്ങൾ വീഴരുത്. നിങ്ങളുടെ ഈ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിടെ നിന്നെല്ലാം നമുക്ക് അവർക്ക് മോഷ്ടിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആരെയെങ്കിലും തട്ടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിലൊന്നും ചെയ്യുന്ന നിങ്ങൾ വീഴരുത്. ഞാൻ ഈ പറഞ്ഞത് ലോൺ ആപ്പിലും പെടും. കാരണം നമ്മളെ ആ ഒരു ചെറിയ എമൗണ്ട് തന്ന് വലിയ എമൗണ്ട് തരുമെന്ന് പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുന്നു. നമ്മൾ ഈ ചെറിയ എമൗണ്ട് ഫേക്ക് ലോൺ ആപ്പാണ് മെയിനായിട്ടുള്ളത്. ഇത് കണ്ട് നമ്മൾ വലുത് കിട്ടുമെന്ന് പറഞ്ഞ് എടുത്ത എമൗണ്ട് അടയ്ക്കും. അപ്പോൾ അവർ ചില സമയത്ത് ബ്ലോക്ക് ആക്കും. അത് ഫേക്ക് ആയാലും ശരി, അതുപോലെ തന്നെ വന്നിട്ട് ജെന്യുവൻ ആയാലും ശരി. നിങ്ങൾക്കറിയാം, അങ്ങനെ ജെന്യുവൻ നമ്മൾ പെട്ടെന്ന് അടച്ചിട്ട് അടുത്ത എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അത് ബ്ലോക്കായി നെക്സ്റ്റ് മന്തേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വാർണിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞത് ഇത് കാരണം ഒരുപാട് തട്ടിപ്പുകൾ കൂടിയത് കൊണ്ടാണ്. നിങ്ങൾ സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അറിയാവുന്ന ലോയേഴ്സിൻ്റെ അടുത്തോ ചോദിച്ചാൽ അറിയാം, വെട്ടിപ്പ് നടക്കുന്നത് സാമ്പത്തികത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങളെല്ലാം ചോദിച്ചു, നിങ്ങൾക്ക് സാലറി ഇല്ലാതെ അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് ഇല്ലാതെ അതല്ലെങ്കിൽ സിബിൽ കുറവുള്ളവർക്ക് ലോൺ കിട്ടുന്ന ഏത് ആപ്പ് നല്ലത് അതാണ്. അപ്പോൾ നല്ലത് ഇത് പുതുതായിട്ട് ഈ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഞാൻ ആ സ്പോട്ടിൽ ചെയ്യാം. വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു ഇൻഫോം ചെയ്യാം. ഇപ്പോൾ പല മെത്തേഡിൽ ആപ്പുകൾ വരുന്നുണ്ട്, പല പ്രൊസീജിയേഴ്സിൽ. ഇപ്പം നിലവിൽ ജെന്യുവിനായിട്ട് ലോൺ കൊടുക്കുന്ന 2 ആപ്ലിക്കേഷൻസ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ, ട്രൂ ബാലൻസും ബ്രാഞ്ചും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ബ്രാഞ്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലോൺ തരും. സിബിൽ ഇല്ലാത്തവർക്കും ലോൺ തരും. സിബിൽ ഇല്ലാത്തവർക്ക് കുറച്ച് എമൗണ്ടേ തരികയുള്ളൂ. അത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അടച്ചാൽ, ചെറിയ എമൗണ്ട് എടുത്ത് അടച്ചാൽ സിബിൽ കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താ പറയുന്നത്, പിന്നെ ഇനി വരും കാലങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ട്രൂ ബാലൻസിൽ ഒരുപാട് എമൗണ്ട്, 1 ലക്ഷം രൂപ, 75,000 രൂപ, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. 50,000 രൂപ വരെയും സാലറി ഇല്ലാതെ എടുക്കുന്നവരുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ ഞാൻ ആപ്പും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നില്ല, ഞാൻ ആപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ലോണും കാര്യങ്ങളും എടുത്ത എല്ലാ ദിവസവും നമ്മൾ ലോൺ എടുക്കുന്നത് ഇങ്ങനെയാണ് ആപ്പ് വഴി കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ബ്രാഞ്ച് ചെക്ക് ചെയ്ത് നോക്കുക, അതല്ലെങ്കിൽ ട്രൂ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക. സാലറി ഇല്ലാത്തവർക്ക് കൂടുതൽ ലോൺ കൊടുക്കുന്ന ഈ 2 ആപ്ലിക്കേഷൻസാണ്.
അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബ്രാഞ്ചിൽ നിന്നും ട്രൂ ബാലൻസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നല്ല 2 ആപ്ലിക്കേഷനാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. മീൻസ് എന്താ പറയുന്നത്, നമ്മൾ തെറ്റായ കാര്യങ്ങൾ മീൻസ് അവരുടെ ആ ഒരു കുറേ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. നിങ്ങൾ സാലറിഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ മാരീഡ് ആണോ, അങ്ങനെ ഒരുപാട് ഒരു ഡ്രോപ്പ് ഡൗൺസ് ഉണ്ട് അവരിൽ. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുക. ബിസിനസ്സിൻ്റെ എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത്, അത് ഞാൻ അന്ന് പറഞ്ഞു 2-3 ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മാരേജ് ആണോ അല്ലെങ്കിൽ ബിസിനസ് ആണോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ബിസിനസ്സിനൊന്നും ഒരിക്കലും കൊടുത്തു കളയരുത്. ഒന്നുകിൽ മാരേജ് അല്ലെങ്കിൽ ഹൗസ് റിനോവേഷൻ. ഓക്കെ. അതേപോലെ നിങ്ങൾ സാലറി ഇല്ലെങ്കിലും സാലറി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഫ്രീലാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ സാലറി തന്നെ കൊടുക്കുക. ഇന്ന ഒരു കമ്പനിയുടെ നല്ലൊരു കമ്പനിയുടെ പേര് കൊടുക്കുക. ഓക്കെ. മാക്സിമം കറണ്ട് അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക, കുറച്ച് അവൈലബിലിറ്റി ഉള്ള ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പിൻകോഡ് കൊടുക്കുക. അപ്പം എറണാകുളത്തിൻ്റെ മിക്ക പിൻകോഡും ആക്റ്റീവാണ്. 682017, 682016, 682015, 682014, അങ്ങനെ ഒരു 10-21 വരെ പോകുന്നുണ്ട്. ഒരുപാട് പിൻ നമ്പറുണ്ട്. അതൊക്കെ നിങ്ങൾ കൊടുത്ത് നോക്കുക. പിന്നെ മാരീഡ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് മാരീഡ് തന്നെ കൊടുക്കുക. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അവർ ചിന്തിക്കും ഇയാൾ ബാച്ചിലർ ആണെങ്കിൽ തരുന്നത് ചിലപ്പോൾ ഇങ്ങനെ പൈസ എടുത്ത് കറങ്ങി നടക്കാനായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ മാരീഡ് എന്ന് കാണുകയാണെങ്കിൽ ഓക്കെ, ഇദ്ദേഹം വിവാഹം കഴിഞ്ഞ ആളാണ്, ജെന്യുവൻ ആയിരിക്കും എന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കും. നിങ്ങൾക്ക് ലോൺ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു എലിജിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് 2 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആവശ്യക്കാർ തീർച്ചയായിട്ടും അതിൽ നിന്ന് എടുക്കുക. പിന്നെ ലോൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും ഞാൻ എടുക്കാൻ നിർബന്ധിക്കുകയുമില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാഷാണ് പോകുന്നത്. എന്നാൽ അർജൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാതിരിക്കുവാനും സാധിക്കുകയില്ല. അപ്പോൾ ഇതുവരെയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ബാങ്കും ഇതുവരെയ്ക്കും ലോൺ തന്നിട്ടില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി തീർച്ചയായിട്ടും ലാഭം കിട്ടാൻ വേണ്ടി തന്നെയാണ് ലോൺ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം പേയ്മെൻറ്റ് ഡിലേ വന്നാൽ ലേറ്റ് ഫീ എന്ന് പറഞ്ഞ് കുറച്ച് കട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ലോൺ കൊടുക്കുന്നത്. ഓക്കെ. അല്ലാതെ നമ്മുടെ സന്തോഷത്തിനോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.